ഈ രണ്ട് വശവും വെച്ച് ചവയ്ക്കണം എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ പല്ലിൻ്റെ വൃത്തി ശുദ്ധി സംബന്ധിച്ച് നമ്മൾ രാവിലെയും രാത്രിയും പല്ല് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ഒരു പറച്ചിൽ തന്നെ ഉള്ളത്. രാവിലെയുള്ള നമ്മൾ ബ്രഷ് ചെയ്യുന്നത് സൗന്ദര്യത്തിനും രാത്രി ബ്രഷ് ചെയ്യുന്ന ആരോഗ്യത്തിനും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ എത്ര പേരാണ് രാത്രി കൃത്യമായി ബ്രഷ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ നിവൃത്തിയില്ല. കാരണം അത് രാവിലെ ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് രാത്രി തീർച്ചയായും ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം ഫ്ലോസിങ് എന്നൊക്കെ ഉള്ള പ്രക്രിയയുണ്ട്. ഫ്ലോസിങ് സാധാരണ പല്ലുകൾക്ക് ബ്രഷ് ചെയ്താലും പോവാത്ത തരത്തിലുള്ള ചില ഫുഡ് പാർട്ടിക്കിൾസ് ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ പല്ലുകൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് മാറ്റി കളയണം എന്നുള്ളത് തന്നെയാണ്. അത് കളഞ്ഞേ തീരും. അത് കളഞ്ഞ് ആ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രം പറയുന്നത് ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് കൊണ്ട് 2 നേരം പല്ല് തേക്കണം എന്നുള്ളതാണ്. എന്നാൽ പഴമക്കാരിലും പണ്ട് പല ആൾക്കാരും പറഞ്ഞു വരുന്നതും അനുഭവത്തിൽ നിന്ന് പലരും പറഞ്ഞ് പങ്കുവയ്ക്കുന്നതായ ഒരു കാര്യം, പഴുത്ത മാവലയും പല്ലിൻ്റെ ആരോഗ്യവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. പഴുത്ത മാവലയിൽ ഒരു പക്ഷേ പഴുത്ത മാവല ചവച്ചരച്ച് തുപ്പിക്കളയുകയോ അല്ലെങ്കിൽ പഴുത്ത മാവല സോഫ്റ്റാക്കിയതിന് ശേഷം പല്ല് തേക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ മാവലയുടെ ശാസ്ത്രീയമായി നമ്മൾ അറിയപ്പെടുന്നത് മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. ഇതിൻ്റെ ഒരു പക്ഷേ ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയോ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയോ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയോ ഒക്കെ ഉള്ള, അതായത് ഈ രോഗാണുക്കളെ തടയാനുള്ള അതിൻ്റെ ഒരു കഴിവോ അല്ലെങ്കിൽ മോണയുടെ കോശങ്ങളെ കൂടുതൽ ആരോഗ്യപ്രദമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാവലയുടെ കഴിവൊക്കെ ആയിരിക്കാം ഇത്തരമൊരു കാര്യം പഴമക്കാർ സ്വീകരിച്ച് പോയിരുന്നു എന്നാണ് പറയാനുള്ളത്. പക്ഷേ എങ്കിൽ പോലും ആ മാവലയിൽ തന്നെ സാധാരണഗതിയിൽ നമ്മൾ അത് ഒന്ന് മിനുസപ്പെടുത്താതെ അല്ലെങ്കിൽ ഒന്ന് പരിപ്പപ്പെടുത്താതെ പദപ്പെടുത്താതെ നമ്മളത് വളരെ ഒരുപക്ഷെ റഫാറ്റ് എടുത്ത് നമ്മുടെ പല്ലുകളിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഇനാമലിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിയിലോട്ട് അത് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ ഏത് മാർഗം അവലംബിച്ചാലും ഏത് മാർഗം സ്വീകരിച്ചിരുന്നാലും നമ്മൾ ദന്തശുദ്ധി എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു സംഭവമാണ്.